ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിന് പ്രോമോ റിവ്യൂലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് വേദ മുറിയിലേക്ക് കയറി വരികയാണ്. ഈ ഒരു ടൈമിൽ വിക്രം മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വിക്രം വേദയോടായിട്ട് പറയാണ്, നീ ഇന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ശ്രീനിവാസൻ സാറെ കാണാൻ പോകണ്ടായിരുന്നു, നിനക്ക് എന്താണ് എന്നെ നേരാക്കിയിട്ട് നിനക്ക് എന്താ കിട്ടാമോ എന്ന് നിനക്ക് നാണമില്ലേ, എത്ര തവണയാണ് നീ എന്നെ നേരാക്കാൻ നോക്കുന്നത്, എന്നിട്ടും നിനക്ക് നടക്കാണ്ടാവുമ്പോൾ നാണമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മുടെ വേദ പറയണം, ഇല്ല, മാത്രമല്ല ഇവിടുത്തെ അച്ഛനും അമ്മയും എത്ര കാലം നിങ്ങൾ ഉപദേശിക്കുന്നു, എന്നിട്ട് നിങ്ങൾ നേരായോ, നിങ്ങൾക്ക് നാണവുമാനമില്ലല്ലോ, അപ്പോൾ എനിക്കും ഇല്ല, എനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നിങ്ങളെ എങ്ങനെയെങ്കിലും ശ്രീനിവാസ് സാറിൽ നിന്ന് പിരിച്ചിട്ട് നല്ലൊരു മനുഷ്യനാക്കി മാറ്റണം, അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ നല്ലൊരു മകനായിട്ട് നിങ്ങളെ കാട്ടണം, ഇതിനു വേണ്ടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്നും പറയുന്നുണ്ട് കേട്ടോ. നീ ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ് ചെയ്യുന്നത്, എന്നെ നല്ലവനാക്കിയിട്ട് നിനക്ക് എന്താ കിട്ടാമോ എന്നൊക്കെ പറയുമ്പോൾ എന്തിൻ്റെ പേരിലാണെന്നോ, എല്ലാവർക്കും തൻ്റെ എല്ലാ ഭാര്യമാർക്കും തൻ്റെ ഭർത്താക്കന്മാർ നല്ലൊരാളായിരിക്കണമെന്ന്, സമൂഹത്തിന് മുമ്പിൽ നല്ലൊരു വ്യക്തിയായിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ട് പോലുമില്ല, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേദ പറയാണ്, അതെ ശരിയാണ്, നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഞാൻ താഴെയും മേലെ നിങ്ങളും കിടക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞിട്ട് വിക്രം ആ ഒരു ടൈമിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ലേ, വിഡ്ഢി പമ്പര വിഡ്ഢി എന്ന് പറഞ്ഞിട്ട് വേദ കളിയാക്കുന്നുണ്ട് വിക്രമിനെ കേട്ടോ. പിന്നീട് വിക്രമിന് മനസ്സിലാവുന്നുണ്ട് എന്താ കാര്യം എന്ന്. ശേഷം വേദ, എനിക്ക് ഉറക്കം വരുന്നു, നിങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് വേദ കിടക്കാൻ പോവുകയാണ്. താഴെ വിരിച്ചിട്ടവൾ കിടക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ചെവിയിൽ ഇയർപോഡൊക്കെ വെച്ചിട്ടാണ് വേദ കിടക്കുന്നത്. കണ്ണുമൂടി കിടക്കുമ്പോൾ വിക്രം ഇവളെന്താണ് ഇവളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ തന്നെ കുറച്ചു നേരം നോക്കി നിൽക്കുന്നുണ്ട്. ശേഷം അവൾ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് അവളെ ചവിട്ടാൻ വേണ്ടിയിട്ട് പോയിട്ട് ചവിട്ടാൻ വേണ്ടി കാലിങ്ങനെ പൊക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ കറക്റ്റായിട്ട് നമ്മൾ വേദ കണ്ണ് ഉറക്കുകയാണ്. വിക്രം ഇങ്ങനെ കാല് പൊക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. വേദ നന്നായി തുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പേടിച്ചിട്ട് നുണ്ടി നടന്നിട്ട് വേഗം ബെഡിൽ കയറി കിടക്കുകയാണ് കേട്ടോ. ശേഷം നമ്മുടെ വിക്രം ബെഡിൽ കയറി കിടന്നിട്ട് വേദി നോക്കി ചിരിക്കുന്നുണ്ട്. വേദിയും അതേപോലെ തന്നെ വിക്രമിൻ്റെ ഓരോ മണ്ടത്തരങ്ങൾ കണ്ടിട്ട് വേദിയും ചിരിക്കുന്നതായിട്ട് പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട്.